എൻ ശ്രീകുമാർ, ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് കേട്ടോ, അല്ലേ? കുറെ കാലങ്ങളായി കേൾക്കുന്നതാണ് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണം എന്നുള്ളത് ക്രൈസ്തവർക്ക്. എൻ ശ്രീകുമാർ കേട്ടോ, അങ്ങനെ ഒരു വലിയൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് കേന്ദ്രത്തിന് മുന്നിൽ. ശ്രീകുമാർ കട്ടായി പോയി. അതായത് ഈ മൈക്രോ ന്യൂനപക്ഷത്തിൽ തന്നെ തങ്ങൾ ഒന്നുകൂടെ ന്യൂനപക്ഷമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച ഇന്ന് കേന്ദ്രമന്ത്രിയുമായിട്ട് നടത്തിയെന്ന് ഞാൻ വാർത്തകളില്ല, പ്രത്യേകിച്ച് ന്യൂസ് 18 അത് കൂടുതലായിട്ട് പറഞ്ഞത്. അത് ഞാൻ കണ്ടു. പക്ഷെ നോക്കൂ മഞ്ജുഷ, ഞാൻ ആദ്യം പറഞ്ഞു വന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് കേരളത്തിലെ LDFും UDFും NDAയും തമ്മിലുള്ള മത്സരത്തില് പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് LDFും UDFും തമ്മിലാണ് മുഖ്യ മത്സരം നടക്കുന്നത്. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കാരണം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താഴെയുള്ള ത്രിതല പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ആ സവിശേഷത കണ്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വോട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന് വലിയ മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ BJP സംബന്ധിച്ചിടത്തോളം അവർ കുറെ കാലമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അവരെങ്ങനെ ശ്രമിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ മുഖമുള്ളയാണ് BJP. ഒരു NDA മുന്നണി ഉണ്ടാക്കിയിട്ട് ആ NDAയുടെ പേരിലാണ് അവരെ ഈ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാമെങ്കിലും മുഖം BJPയുടെ മുഖമാണ്. അപ്പോ ഈ മറ്റേ ക്രിസ്മസിനും അതുപോലെ മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ കേക്കുമായിട്ട് പള്ളിയിൽ പോവുകയും അതുപോലെ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണുകയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സുവർണാവസരം അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സ് സഭയുമായിട്ട് BJPയുടെ മുൻ പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ള, അദ്ദേഹം ഗോവ ഗവർണർ ആയിരിക്കെ തന്നെ അതിനു മുമ്പ് മിസോറാം ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം നാട്ടിലെത്തി ചർച്ച നടത്തിയൊക്കെ നമുക്കറിയാം. മാത്രമല്ല സഭാധ്യക്ഷന്മാർ ഒരിക്കലും BJPയെ തള്ളി പറഞ്ഞിട്ടുമില്ല. ഏത് അഭിമുഖങ്ങളിലുമൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ ആരെയും അകറ്റി നിർത്തുന്നില്ല എന്ന് തന്നെയാണ്. അതെ, അത് കേന്ദ്ര ഭരണവും കേരള ഭരണവും ഒക്കെ ഇപ്പൊ കോൺഗ്രസിനില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭരണം എവിടെയാണോ ഭരണം അവരോട് എല്ലാ സമുദായ നേതാക്കൾക്കും ഒരു പ്രത്യേക മമതയുണ്ടാകും. അതിന്റെ പ്രത്യേകിച്ച് കാരണമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. കാരണം ഒരു സമുദായവും അല്ലെങ്കിൽ സഭാ നേതൃത്വമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഭരണ നേതൃത്വങ്ങളെ ഒരിക്കലും അവർ വിമർശിക്കാറില്ല, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ മാറ്റി നിർത്താറില്ല. ഇവിടെ കേരളത്തിൽ കേരളത്തിലെ കാര്യമുള്ള നമ്മൾ പറയുന്നത്. കേരളത്തിലെ സംഭവം എന്താ വെച്ചാല് സഭാ നേതൃത്വം എടുക്കുന്ന നിലപാട് അതേപോലെ ഈ അൽമായർ അംഗീകരിക്കണം എന്ന് വെച്ചാല് അവരുടെ അനുയായികൾ അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. പാലക്കാട്ട് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് മുനമ്പ സമരമുണ്ട്. ആ സമരത്തിലെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടില് പിതാവ് അവിടെ പ്രസംഗിച്ചത് ഞങ്ങൾക്ക് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്നും വേണമെങ്കിൽ മാറ്റി വോട്ട് ചെയ്യാൻ മടിയില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി BJP നേതാവ് കൃഷ്ണകുമാർ മുനമ്പത്ത് ഓടിയെത്തി പിറ്റേന്ന്. പക്ഷെ പാലക്കാട് ഒന്നും സംഭവിച്ചില്ല. അവിടെ 18,000 വോട്ടാണ് UDFന് ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, സഭാ നേതൃത്വം കാണുന്ന ഒരു നിലപാടല്ല അനുയായികൾ കാണുന്നത്. ഇത്തവണ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിച്ച് തെളിച്ചു പറയാം. കാരണം എന്താണെന്ന് വെച്ചാല് തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP ഒരു ഘടകമായിട്ടില്ല പലയിടത്തും. മാത്രമല്ല അവരെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ അവര് ജയിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് മാറ്റി നിർത്തണമെന്ന് ചോദിച്ചാൽ അത് മാറ്റി നിർത്തുകയാണ്. കാരണം തിരുവനന്തപുരത്തെ BJPക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പരാജയപ്പെട്ടത് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണെന്ന് അറിയാമല്ലോ. അവിടെ മറ്റുള്ള എല്ലാ കോൺഗ്രസ് MPമാരും തിരുവനന്തപുരം വെച്ച് എല്ലാ 18 മണ്ഡലങ്ങളിലും കോൺഗ്രസ് MPമാർ ജയിച്ചത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ കാര്യം പറയുന്നത്. പക്ഷെ നോക്കൂ, മറ്റേ കോർപ്പറേഷനുകളിലെ 6-ലെ 4 കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പൊ അത് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ അവരെ ക്രൈസ്തവ സഭ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. കാരണം ഒരു പൊതുവികാരം ഗവൺമെന്റ് വിരുദ്ധ വികാരമാണ്. അത് വ്യാപകമായിട്ടുണ്ട്. അത് ആ ഒരു ഓളം ഈ LDF UDF നടത്തിയ യാത്രയിൽ നമ്മൾ കണ്ടു. ഇപ്പൊ മഞ്ജുഷിനൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ, UDFിലെ VD സദസ്യം നടത്തിയ യാത്ര എല്ലാ ജില്ലയിലും ഓളം ഉണ്ടാക്കുകയാണ്. എല്ലായിടത്തും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയാണ്. നേരെ മറിച്ച് LDFിന്റെ 3 ജാഥ നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് CPM പ്രസിദ്ധീകരണങ്ങൾ ഒഴികെ ബാക്കിയൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. അതാണ് CPI പോലും ചർച്ച ചെയ്തു എന്ന് നമ്മൾ കേട്ടത്. അത് ശരിയായിരിക്കാനാണ് സാധ്യത. കാരണം ആ യാത്ര അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതേ ഇല്ല. ജോസ് കെ മാണിയുടെ യാത്രയൊക്കെ വന്നപ്പോൾ വേറെ ആക്ഷേപങ്ങളും അതുപോലെ വേറെ ആക്ഷേപങ്ങളല്ല വേറെ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായത്.
അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ NDAയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി റിജിജു, അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് സഭാ നേതൃത്വമായി ചർച്ച നടത്തുമ്പോൾ അത് BJPയുടെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ ക്രൈസ്തവ സഭ നേതൃത്വവും അതുപോലെ തന്നെ ന്യൂനപക്ഷമൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ. രണ്ടാമത്തെ കാര്യം, കേരളത്തില് ഒരു നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ BJP അണികൾക്കും BJP നേതൃത്വത്തിനും അതുപോലെ അൽമായർക്കും അതുപോലെ സഭാ നേതൃത്വത്തിനുള്ള ചിന്തയല്ല വോട്ടർമാർക്കിടയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം അവിടെ കാണിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പൊ വെറുതെ നമ്മള് ഒരു ജനങ്ങൾ വിചാരിക്കുക എന്താണ്, ന്യൂനപക്ഷം വിചാരിക്കുക എന്താണ്, വോട്ട് ചെയ്ത് അത് UDF-നും BJP-ക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് LDF-നെ വീണ്ടും വരുത്തണമെന്നൊരു ചിന്ത വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് ഒരിക്കലും ആ UDF-ലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരിക്കലും ഒഴുകി പോവില്ല. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചു, അതായത് ഇങ്ങനെ തൃശ്ശൂരിലത്തെ ഒരു കാര്യത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നു. അതായത് തൃശ്ശൂരില് സുരേഷ് ഗോപിയുടെ ഒരു വിഷയം താങ്കൾ പറഞ്ഞിരുന്നു. അപ്പൊ സുരേഷ് ഗോപി അന്ന് ജയിച്ചതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ക്രൈസ്തവ സഭാ നേതൃത്വം സുരേഷ് ഗോപിയുടെ ഒരു മൃദു സമീപനം കൈക്കൊണ്ടു, അദ്ദേഹം ജയിച്ചെന്നുള്ള ശരിയാണ്. പക്ഷെ അതിനുശേഷം നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് ആ വ്യത്യാസം നമ്മൾ കണ്ടു. എന്താണ് ആ വ്യത്യാസം? തൃശ്ശൂർ കോർപ്പറേഷനില് BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവർക്ക് കഴിഞ്ഞ തവണ 6 ഡിവിഷനായിരുന്നു, ഇത്തവണ 8 ഡിവിഷനായി. അതിൽ 7 ഡിവിഷനാണ് ശരിക്കും കിട്ടിയത്, 1 ഡിവിഷൻ മാർക്ക് കിട്ടിയതാണ്. അപ്പൊ നേട്ടം ഉണ്ടായില്ല. സുരേഷ് ഗോപി ഒരുപാട് കലിംഗ സംവാദങ്ങളും അതുപോലെ മറ്റേ അദ്ദേഹത്തിന്റെ പ്രചരണ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടും രക്ഷ കിട്ടിയില്ല. അപ്പൊ ആ വ്യത്യാസം നോക്കൂ നിങ്ങളെ. ശരി, ശ്രീകുമാർ, ശ്രീ ജോസൂട്ടി ഒഴികയിൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജോസൂട്ടി ഒഴികയിൽ BJP വീണ്ടും അരമനകളിലേക്ക് വരികയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് വെറുതെ ബിഷപ്പുമാർ എന്തെങ്കിലും വാക്ക് കൊടുക്കും, പക്ഷേ വിശ്വാസികൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല എന്നാണോ? അതോ ഇത്തവണ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും BJP ഒരു ചോയ്സ് എന്ന രീതിയിൽ വരില്ല എന്നാണോ? എങ്ങനെയാണ്? യഥാർത്ഥത്തില് കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നപ്പോ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി സഭാതലവനെ കണ്ടു എന്നതിനെ അങ്ങനെ തന്നെ കാണുകയാണ് ചെയ്യേണ്ടത്. അതിനെ വോട്ടുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ല വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിറോ മലബാർ സഭ എന്ന് പറയുന്നത് കേരളത്തിലും രാജ്യത്തിനും വിവിധ ഭാഗങ്ങളിലുമുള്ള ഒരു ക്രൈസ്തവ സഭാ വിഭാഗമാണ്. അതോടൊപ്പം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തും മറ്റെല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള ഇടപെടലുകളും ഗുണകരമായ പല സമീപനങ്ങളും എടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.